മാല മോഷ്ടിച്ചെന്ന സംശയത്തെ തുടർന്ന് 20 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിക്കപ്പെട്ട യുവതി രംഗത്ത്. പോലീസിനെതിരെ താൻ നൽകിയ പരാതി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി വായിച്ചു പോലും നോക്കിയില്ല എന്ന് ബിന്ദു മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. പോലീസിനെതിരെ പരാതിയുമായി ചെന്ന തന്നോട് പി ശശി നിസ്സംഗതയോടെയാണ് പെരുമാറിയത് എന്ന് ബിന്ദു പറഞ്ഞു. പരാതി ഉണ്ടെങ്കിൽ പോലീസ് പിടിച്ചോളുമെന്നും കാര്യങ്ങൾ വിശദമായി കേൾക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല എന്നും അവർ വ്യക്തമാക്കുകയായിരുന്നു. പ്രസന്നൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും ബിന്ദു കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തി. തന്നെ കാണാനെത്തിയ ഭർത്താവിനെ പ്രസന്നൻ മോശം വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ചു. 20 മണിക്കൂറുകളോളമാണ് തന്നെ സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയത്. ഇടയ്ക്കിടെ മാല എവിടെയെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. മാനസികമായി തളർത്തിക്കളയുന്നതായിരുന്നു പ്രസന്നൻ്റെ രീതിയെന്നും ബിന്ദു പറയുകയാണ്. പെൺമക്കളെ കേസിൽ കുടുക്കുമെന്ന് പോലീസുകാർ ഭീഷണിപ്പെടുത്തി തന്നെ കൊണ്ട് മോഷണ കുറ്റം സമ്മതിപ്പിച്ചെന്ന് ബിന്ദു വെളിപ്പെടുത്തുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെയോടെ കാണാതായ മാല കിട്ടിയെന്ന് വീട്ടുടമസ്ഥ അറിയിച്ചിട്ടും അത് മറച്ചുവെച്ച് ഭീഷണിപ്പെടുത്താനാണ് SI ശ്രമിച്ചത് തന്നെ. വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി കുടിക്കാൻ പറഞ്ഞുവെന്നും കസ്റ്റഡിയിലെടുത്ത വിവരം വീട്ടുകാരെ അറിയിച്ചില്ല എന്നതും പോലീസിനെതിരായ ഗുരുതര ആരോപണങ്ങളാണ്. ജോലി കഴിഞ്ഞ് മടങ്ങവേ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. പോലീസുകാരുടെ മാനസിക പീഡനം സഹിക്കാനാകാതെയാണ് ചെയ്യാത്ത കുറ്റം ബിന്ദു ഏറ്റെടുത്തത്. പേരൂർക്കട പോലീസ് അതിക്രമ കേസിൽ SI പ്രസാദിനെ സസ്പെൻഡ് ചെയ്തതിൽ സന്തോഷമെന്ന് അതിക്രമത്തിനിരയായ ദളിത് യുവതി ബിന്ദു പ്രതികരിച്ചിട്ടുണ്ട്. പരാതിയുമായി ഇനിയും മുന്നോട്ട് പോകുമെന്നും വ്യാജ പരാതി നൽകിയവർക്കെതിരെയും മറ്റു പോലീസുകാർക്കെതിരെയും നടപടി വേണമെന്നും ബിന്ദു ആവശ്യപ്പെടുകയാണ്. പ്രസന്നൻ എന്ന പോലീസുകാരനാണ് ഏറ്റവും കൂടുതൽ ക്രൂരത കാണിച്ചത്. ഇപ്പോഴുള്ളത് ഒരു താൽക്കാലിക ആശ്വാസമാണ്. വക്കീലുമായി സംസാരിച്ച് തനിക്കെതിരെ പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്നും ബിന്ദു പറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പാണ് ബിന്ദുവിന്റെ പരാതിക്ക് പിന്നാലെ SIയെ സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ മാസം 23-നാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ബിന്ദുവിനോട് പേരൂർക്കട പോലീസ് ക്രൂരത കാട്ടിയത്. ബിന്ദു ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് സ്വർണ്ണമാല കാണാതെയാവുകയായിരുന്നു. വീട്ടുകാർ നൽകിയ പരാതിയിൽ തന്നെ സ്റ്റേഷനിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് ബിന്ദു പറഞ്ഞത്. ക്രൂരതയാണ് തന്നോട് പോലീസ് കാണിച്ചതെന്നും മാല എവിടെയടി എന്ന് ചോദിച്ച് ചീത്ത പറഞ്ഞുവെന്നും വിവസ്ത്രയാക്കി പരിശോധന നടത്തിയെന്നും അടിക്കാൻ വന്നുവെന്നും ബിന്ദു ആരോപിച്ചിട്ടുണ്ടായിരുന്നു.